ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ആഫ്രിക്കക്കാരുടെ ഒരു പ്രത്യേക തരം ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് അവരെ മെയിനായിട്ടുള്ളൊരു ഫുഡാണ്. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഫൂഫു. പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിച്ച് ഭയങ്കര വെറൈറ്റി ആണെന്നുള്ളത്, പക്ഷെ അത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം കൊണ്ട് തന്നെയാണ് അവരിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് പ്രധാനമാണ് ഈ ഭക്ഷണം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാൽ അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് കഴിക്കേണ്ടത് ഇങ്ങനെ വെജിറ്റബിൾ കറിൻ്റെ കൂടെ അല്ല, അങ്ങനെ ഫിഷോ ചിക്കന് മട്ടന് ബീഫൊക്കെ ആയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കറിപാട് വെച്ചിട്ടുണ്ട്. ഒരു ചിക്കന് മസാലക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിൻ്റെ ഒരു റെസിപ്പി പാടെ ഞാൻ കൂടുതലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഐറ്റംസൊക്കെ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി 2 ഉരുളക്കിഴങ്ങ് 2-3 എടുക്കുക. അതുപോലെ തന്നെ വലിയ ഉള്ളി ഒരു 3 ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളകൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചിട്ടാൽ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ടോ. പിന്നെ കാശ്മീർ റെഡ് ചില്ലി ഉണ്ട്, നോർമൽ മുളക് പൊടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ മസാലക്കറി പോലത്തെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം പാടെ നമ്മൾ കുക്കറിൽ ഇടുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫൂഫു എന്ന് പറഞ്ഞ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിക്കൊരു കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ മസാലക്കറി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ബീഫൊക്കെ ഉണ്ടല്ലോ ഒന്നായിട്ട് ഒറ്റയ്ക്ക് കുക്കറിലിട്ടാണ്ട് വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ ചിക്കനാണെന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ കുക്കറിൽ ആഡ് ചെയ്തതിന് ശേഷം 2 വിസിലടുപ്പിച്ചാൽ മതി ലേശം വെള്ളത്തിൽ. അപ്പോൾ അത് ചിക്കനും വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്കറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൊടി ഐറ്റംസാണ് നമ്മൾ കുക്കറിലോട്ട് ആഡ് ചെയ്തത്. സാദാ മുളക് പൊടി 1 സ്പൂണ്, കാശ്മീർ റെഡ് ചില്ലി 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും 1/2 സ്പൂൺ പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എരും ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ വിട്ടു പോയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരിത്തിരി വെള്ളം പാർന്നിട്ട് നമുക്ക് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി ചട്ടിയിൽ വെക്കണവർക്ക് ചട്ടിയിൽ വെക്കാം കേട്ടോ. ഞാൻ പെട്ടെന്നാവാനാണ് കുക്കറിൽ ആഡ് ചെയ്യണത്. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 വിസിലായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അഥവാ ഇനി വെള്ളം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം എനിക്ക് കറക്റ്റ് അളവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചെറിയുള്ളി ഇട്ട് കണ്ട് തൂമ്പിച്ച് പോരുകയാണ്. കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ആണ് കുഞ്ഞുള്ളി. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുള്ളി കുറച്ചൊരു ഇതതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല ഗോൾഡൻ കളർ അതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ട് തന്നെ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതാണിത്. പിന്നെ കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഉപ്പിട്ടിൻ്റെ ദിവസം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ കറി ഉണ്ടാക്കിയതെന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് ഫൂഫു റെസിപ്പിയിലോട്ട് പോവട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ആഫ്രിക്കക്കാരുടെ ഫൂഫു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പയാണ് വേണ്ടിയത്. കപ്പ കൊണ്ടാണ് ഉണ്ടാക്കൽ കേട്ടോ. പൂള കൊണ്ടാണ് ഉണ്ടാക്കൽ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നിട്ട് പറയില്ലേ. അപ്പോൾ പൂള കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. പിന്നെ അവർക്ക് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റംസ് ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വന്നാൽ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അത് പൂളൻ്റെ പുറന്തൊലൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ പൂളെടുക്കുമ്പോൾ നല്ല ഫ്രഷ് പൂള തന്നെ എടുക്കാൻ നോക്കട്ടെ. അടിപൊളി ഫ്രഷ് പൂള തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആരൊരിക്കലും നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിക്കളയണം. അത് നമുക്ക് എടുത്ത് മാറ്റാമെന്ന് തന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയാൽ പോകും. അത് അതിൻ്റെ ഉള്ളിലുള്ള ആര് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആര് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ പൂളയുടെ കംപ്ലീറ്റ് തൊലിയൊക്കെ കളഞ്ഞു നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നടുക്കുള്ള ആരിങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതാ പൂളൊക്കെ കട്ട് ചെയ്ത് കഴിയാനായി. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മാറ്റിയാൽ മതിട്ട്. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ പൂളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർക്കാൻ പാടുള്ളൂ.
നമ്മളിങ്ങനെ ഇഡ്ഡലിൻ്റെ മാവിൻ്റെ ഒക്കെ മാതിരില്ല, അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു 2-3 വട്ടമായിട്ട് ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ. അപ്പോൾ അത് പൂളൻ്റെ ചെറിയ പീസ് കട്ടൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിൻ്റെ ജാറൊന്ന് മാറ്റി കൊടുത്തിട്ടോ, കാരണം ഇത് ചെറുതായതുകൊണ്ട് മറ്റേലാകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ടെടുത്ത് അരച്ചെടുക്കും ചെയ്യാം, കൂടുതലായിട്ട് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളപ്പോൾ ഇതുപോലെ അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതിലാണ് കുക്ക് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ അത് പൂള നമ്മൾ കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട്, അല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് പൂളൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ മാവൊക്കെ നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അവനവർക്ക് എത്ര ഉപ്പൊക്കെ വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്കിത് ഡയറക്റ്റ് അടുപ്പത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ നമ്മൾ ഫുള്ള് സ്പീഡിൽ തന്നെ കൊടുക്കുക. കുറച്ച് കഴിഞ്ഞതിൻ്റെ ദിവസം നമ്മൾ തീ കുറച്ച് കൊടുത്താൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കൈ എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ ഇത് അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഇളക്കലാണ് മെയിൻ നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിങ്ങനെ തീൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ ഇത് ഫസ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല, പക്ഷേ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നല്ല ഇളക്കാൻ പാടാണ് കേട്ടോ ആ ടൈമിൽ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കട്ടെ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ ചൂടായി ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഒരു തിക്കായിട്ടുണ്ട്. അപ്പോൾ ഈ തിക്കാവുമ്പോൾ ഇങ്ങനെ ഫസ്റ്റായിട്ട് ഇങ്ങനെ തിക്കാവുമ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ കട്ട കുത്തി കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ലാസ്റ്റിക്ക് അതൊന്നും കാണില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് കാണാം നമുക്ക്. ലാസ്റ്റിക്ക് ഇങ്ങനത്തെ ഈ കട്ടത്തി കിടക്കണ കാര്യം നമുക്ക് തോന്നില്ല. അതിങ്ങനെ തുടക്കത്തിൽ റെഡി ആയി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ലാസ്റ്റിക്ക് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൈറ്റ് ആണെന്നനുസരിച്ച് നമുക്ക് ഇളക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതൊരു വൈറ്റ് കളറിലല്ലേ, അപ്പോൾ ഇത് ഇങ്ങനെ റെഡി ആവുന്ന സമയത്ത് ഒരു യെല്ലോ കളറായിരിക്കും, ഒരു മഞ്ഞ കളറിലായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ടിങ്ങനെ പോരും, കയ്യിലുമേലിങ്ങനെ ഇതിങ്ങനെ ഒന്നായിട്ടുണ്ട് പോരും. അതാണ് ഇതിൻ്റെ ഒരു പരുവട്ട. അപ്പോഴൊക്കെ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതാ ചെറുങ്ങനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരണുണ്ടോ, ഇനി ഇതുപോലെ കംപ്ലീറ്റ് ഇങ്ങനെ വിട്ടു പോരും. കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതിങ്ങനെ ഇളക്കാൻ തന്നെ ഭയങ്കര പാടാണ്, പക്ഷെ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. കളറും ഇങ്ങനെ ചെറുങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒന്നും പാടെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കട്ടോ. കണ്ടില്ലേ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ കണ്ടോ വിട്ടു പോരുന്നേ. അപ്പോൾ അത് കൈ വിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ പാത്രവും കൂടെ ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ, പക്ഷേ ഇളക്കണ കാര്യം മാത്രമേ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമ്മളെ ഫൂഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാമെന്നാണ്, എന്നിട്ട് നമുക്ക് മാറ്റാമെന്നാണ് കേട്ടോ. കണ്ടോ ഒരു യെല്ലോ കളർ വന്നില്ല, ഒരു മഞ്ഞ കളറ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടോ ആ കട്ട തുടക്കത്തിൽ കണ്ടിന കട്ടൊക്കെ മാറിയില്ലേ.
അപ്പോൾ പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി പേരാണ്, പക്ഷെ സിമ്പിളായിട്ടുള്ള സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരും. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാമെന്നാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല, പക്ഷെ അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ട നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇളക്കാനാണ് പാട് കേട്ടോ. എല്ലാത്തൊന്നും നമുക്ക് അത്ര പണിയുള്ള കാര്യമില്ല, കാരണം വേഗം തന്നെ ഇത് ടൈറ്റായി കിട്ടും. പക്ഷേ ടൈറ്റാണെന്നനുസരിച്ച് നമുക്കിതിങ്ങനെ കുറുകി വരുമ്പോൾ ഇളക്കാൻ ഭയങ്കര പാടാണ്. കണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ അത് ചൂടോടുക്കെ കഴിക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അവരിത് ചൂടോടുക്കാണ് ഇത് ഈ ആഫ്രിക്കക്കാർ കഴിക്കലിട്ടാ. അപ്പോൾ ഇത് ആഫ്രിക്കയിലുള്ളൊരു പ്രത്യേക ഒരു ഫുഡാണിത്. അവരെ മെയിനായിട്ടുള്ളൊരു ഫുഡാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഫൂഫു എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചത് എന്തത് ഭയങ്കര വെറൈറ്റി സംഭവമായിരിക്കുമെന്ന്. പക്ഷെ അതല്ല, പൂളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാവുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ ബീഫോ ഫിഷ് കറി എന്ത് വേണമെങ്കിലും ആക്കട്ടെ. വെജിറ്റബിൾ കറി അത്ര രസം ഉണ്ടാവില്ല. അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിക്കനും ഫിഷൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ വെജിറ്റബിൾ ഇടുമല്ലോ അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് ആഡ് ചെയ്തത്. കൂസ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ കൂസൻ്റെയൊക്കെ കഴിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങാണ് ഞാൻ കൂടുതൽ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. അങ്ങനെ ഫോർക്കോ സ്പൂണൊന്നും വെച്ച് കഴിക്കരുത്. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പാടെ കൂടുക. അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ ഡിഷായ ഫൂഫ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. കണ്ടോ, നമ്മളിതെങ്ങനെ പിടിച്ചാലും അതങ്ങനെ ഇട്ട് നമ്മളെ കൈക്കൊക്കെ വരും കേട്ടോ. ഒരു ഗ്ലാക്ക് പിടിക്കണ മാതിരി നല്ല സോഫ്റ്റ് സാധനം. അപ്പോൾ ഏതായാലും കഴിച്ച് നോക്കട്ടെ. ഓ മക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല പറയാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിക്കോളി. വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, ചെറിയ കുട്ടികൾക്കൊക്കെ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടിയിരിക്കുന്ന തന്നെയാണ്, സ്കിപ്പ് ചെയ്ത് കാണരുത്, സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ്. ഇളക്കൽ മാത്രമേ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ പൂളൊക്കെ എല്ലാവർക്കും വേഗം കിട്ടുന്ന ഒരു ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി അയക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊടുക്കുക. പിന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തിന്ന് തീർക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുവോളം ബായ്, അസ്സലാമു അലൈക്കും.